ഹായ് കൂട്ടുകാരെ, നിങ്ങളുടെ ചർമ്മം നല്ല പോലെ ക്ലീൻ ആക്കാനും നിറം വെക്കാനും നിങ്ങൾക്ക് എളുപ്പം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പറയുന്ന പോലെ ഒന്ന് തയ്യാറാക്കി ഉപയോഗിക്കണേ. തുടക്കത്തിൽ തന്നെ ഞാൻ ലൈവ് ചേഞ്ചസ് കാണിച്ചിട്ടാണ് കാര്യത്തിലേക്ക് പോകുന്നത്. വെറും ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ സ്കിന്നിന് നല്ല പോലെ മാറ്റം നേടാൻ നിങ്ങൾക്ക് സഹായിക്കുന്ന ഒരു അടിപൊളി കാര്യമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തു വച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. കടലമാവിൻ്റെ പൊടി നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന ഡെഡ് സ്കിൻ കുറയ്ക്കാനും സ്കിൻ ബ്രൈറ്റ് ആക്കാനുമൊക്കെ കടലമാവിൻ്റെ പൊടിയിൽ നിന്ന് സഹായിക്കുന്നതാണ്. 1 ടേബിൾ സ്പൂണാണ് കടലമാവിൻ്റെ പൊടി ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ കടലമാവിൻ്റെ പൊടി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് റൈസ് പൗഡർ എടുക്കാം കേട്ടോ. റിസൾട്ട് കിട്ടുന്നത് കടലമാവിൻ്റെ പൊടിയിൽ നിന്നാണ് നല്ല പോലെ കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുൾട്ടാണി മിട്ടിയും കൂടി ചേർത്ത് കൊടുക്കാം. മുൾട്ടാണി മിട്ടിയും ഒക്കെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിന്നിനകത്തുണ്ടാകുന്ന ഡെഡ് സ്കിൻ കുറയ്ക്കാനും സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനും ഒക്കെ മുൾട്ടാണി മിട്ടിയിൽ നിന്ന് സഹായിക്കുന്നതാണ്. മുൾട്ടാണി മിട്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം മുൾട്ടാണി മിട്ടി ഇല്ല എങ്കിൽ അതിന് പകരമായിട്ട് ഓറഞ്ച് പീൽ പൗഡർ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ സ്കിന്നിന് നല്ല പോലെ മാറ്റം നൽകാൻ സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഗ്രീൻ ടീ ആണ് കേട്ടോ. ഗ്രീൻ ടീ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ ടീ നമുക്ക് മിക്സ് ആക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഗ്രീൻ ടീ ആണ് നമുക്ക് വേണ്ടത്. ഗ്രീൻ ടീക്കകത്തും കൂടുതൽ ആൻറ്റി ഓക്സിഡൻ്റ് ഒരു കലവറയാണ് ഗ്രീൻ ടീയിലുള്ളത്. നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ഗ്രീൻ ടീയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഗ്രീൻ ടീ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല പോലെ മിക്സ് ആക്കാം. നമ്മുടെ സ്കിന്നിനകത്ത് വളരെയധികം റിസൾട്ട് നൽകുന്നതാണ് ഈ ഒരു പാക്കിൽ നിന്ന്. അങ്ങനെ നല്ല പോലെ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളൂടെ ചേർത്ത് കൊടുക്കണം. വിറ്റാമിൻ നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. സ്കിന്നിന് നല്ല പോലെ തിളക്കം നൽകാനും സ്കിന്നിനകത്തുണ്ടാകുന്ന ഡെഡ് സ്കിൻ കുറയ്ക്കാനുമൊക്കെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളിൽ നിന്ന് സാധിക്കും. അങ്ങനെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ല പോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫേസിലേക്ക് ഇടാവുന്നതാണ്. ഞാനിവിടെ കൈകളിലാണ് ഇട്ട് നിങ്ങളെ റിസൾട്ട് കാണിക്കുന്നത്. കൈകളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഉള്ള മാറ്റമൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. എന്തുമാത്രം നിറക്കുറവുണ്ടെന്നൊക്കെ ഉള്ളത് നിങ്ങൾ കണ്ടല്ലോ. എൻ്റെ കൈകളിൽ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം സ്കിന്നിനെ ഫ്രീ ആക്കി വിടണം. ഫ്രീ ആക്കി ഒരു 10 മിനിറ്റ് വിട്ടാൽ മതി. 10 മിനിറ്റിന് ശേഷം നമ്മളിത് നല്ലപോലെ സ്ക്രബ് ചെയ്തിട്ട് വേണം കയ്യിൽ നിന്ന് ഇത് റിമൂവ് ചെയ്യാനായിട്ട്. എന്തായാലും ഞാൻ ഇട്ട് കൊടുക്കട്ടെ. ഇട്ട് കൊടുത്തതിന് ശേഷം 10 മിനിറ്റിന് ശേഷമുള്ള റിസൾട്ടൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. നമ്മുടെ സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുടച്ച് മാറ്റാം. ഭയങ്കരമായിട്ട് അങ്ങ് ഡ്രൈ ആവരുത്. നമ്മുടെ സ്കിന്നിന് പിടിക്കാൻ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റ് മാത്രം മതിയാകും. എന്തായാലും ഞാനിത് തുടച്ചിട്ടുള്ള ഒരു മാറ്റമൊക്കെ നിങ്ങളെ കാണിക്കാം. തുടയ്ക്കുന്നില്ല, നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് കഴുകി ഞാൻ കാണിക്കാം കേട്ടോ. ഞാനൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. കഴുകുമ്പോൾ ഉള്ള സ്കിന്നിൻ്റെ ചേഞ്ചസ് നിങ്ങൾ കണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, വെറും 1 മിനിറ്റ് കൊണ്ട് നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആക്കാൻ ഈ പറയുന്ന പാക്കിൽ നിന്ന് സാധിക്കും. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് ചെയ്തു നോക്കണേ ഈ ഒരു പാക്ക്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ എന്തായാലും തുടച്ചിട്ടുള്ള മാറ്റോടെ കാണിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴുകിയിട്ടുള്ള മാറ്റം നിങ്ങൾ കണ്ടോ? ആ ചരടിട്ട ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്. കൈക്ക് അപ്പോൾ ചരടിട്ട ഭാഗമാണെങ്കിൽ വെളുത്ത് മാത്രമായിട്ടിരിക്കുമല്ലോ. അപ്പോൾ ആ കൈയും ഫുള്ളായിട്ട് കളർ മാറിയത് കണ്ടോ നിങ്ങൾ? നല്ല സംഭവമാണ്. നിങ്ങൾ ചെയ്ത് നോക്കണേ കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടും എനിക്ക് റിസൾട്ട് വന്ന് പറയണേ കേട്ടോ. എന്തായാലും എൻ്റെ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട്